ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, ഒരു മുൾപടർപ്പ് ആളിക്കത്തുന്നു, പക്ഷെ ഒരു തരി പോലും ചാമ്പലാകുന്നില്ല. പഴയ നിയമത്തിലെ ഏറ്റവും പ്രശസ്തവും അതേസമയം നിഗൂഢവുമായൊരു കാഴ്ചയാണിത്. എന്താണിതിന് പിന്നിലെ രഹസ്യം? വാ നമുക്ക് നോക്കാം. അതെ, ഇത് വെറുമൊരു സാധാരണ തീയല്ല. തീ ആളിപ്പടരുന്നുണ്ട്, പക്ഷെ ആ ചെടിക്ക് ഒരു കേടുപാടുമില്ല. ഇതെങ്ങനെ സംഭവിക്കും? അതാണ് ചോദ്യം. ഈയൊരു അത്ഭുതത്തിന്റെ ചുരുളഴിക്കുകയാണ് നമ്മളിന്ന്. അപ്പോ ഈ അത്ഭുതകരമായ കാഴ്ചയിലേക്ക് കടക്കുന്നതിനു മുൻപ് നമുക്ക് കഥയുടെ തുടക്കത്തിലേക്കൊന്ന് പോയി വരാം. ആരാണിത് കാണുന്നത്? എവിടെ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്? നമ്മുടെ കഥയിലെ പ്രധാന ആൾ മോശയാണ്. അമ്മായിയപ്പന്റെ ആടുകളെയും നോക്കി മരുഭൂമിയിലൂടെ നടക്കുന്ന ഒരു സാധാരണ ഇടയൻ. എന്നും ഒരേപോലെ പോകുന്ന ദിവസങ്ങൾ. പക്ഷെ ആ ഒരു ദിവസം മാത്രം വ്യത്യസ്തമായിരുന്നു. ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നൊരു കാഴ്ചയായിരുന്നു അന്ന് അദ്ദേഹത്തെ കാത്തിരുന്നത്. അപ്പം മോശയുടെ മനസ്സിലെ ആ ഒരു അത്ഭുതം നോക്കൂ. മുൾപടർപ്പ് വെന്തുപോകാതെ നിൽക്കുന്ന ഈ വലിയ കാഴ്ച എന്താണെന്ന് ഞാനൊന്ന് ചെന്നു നോക്കട്ടെ. ഇത് വെറുമൊരു കൗതുകം കൊണ്ടായിരുന്നില്ല. ശരിക്കും പ്രകൃതി നിയമങ്ങളെ തന്നെ വെല്ലുവിളിക്കുന്ന ആ കാഴ്ച കണ്ടിട്ടുള്ളൊരു ഞെട്ടലായിരുന്നു അത്. ശരിക്കും പറഞ്ഞാൽ ഈ സംഭവം എവിടെ വേണമെങ്കിലും നടക്കാമായിരുന്നില്ലേ? പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത്. ഇത് നടന്ന ഹോരേബ് പർവ്വതത്തിന് അതിൻ്റേതായ ഒരു വലിയ പ്രാധാന്യമുണ്ട്. എന്തായിരിക്കും ആ മലയുടെ പ്രത്യേകത? അതെ, ആ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ബൈബിളിലെ കഥകളിലൊന്നും സ്ഥലം ഒരു യാദൃച്ഛികമായ കാര്യമല്ല. ഹൊരേബ് വെറുമൊരു മലയല്ല, അതൊരു ചരിത്രവേദി കൂടിയായിരുന്നു. നിങ്ങളൊന്നോർത്തു നോക്കൂ, 10 കൽപ്പനകൾ കൊടുത്തത് അവിടെ വെച്ചാണ്. ജനം ദൈവത്തെ ധിക്കരിച്ച് സ്വർണ്ണക്കാളക്കുട്ടിയെ ഉണ്ടാക്കിയതും അവിടെ തന്നെ. പാറയിൽ നിന്ന് അത്ഭുതമായി വെള്ളം വന്നതിനും സാക്ഷ്യം വഹിച്ചത് ഇതേ ഹോരേബാണ്. ചുരുക്കി പറഞ്ഞാൽ ദൈവം മനുഷ്യരുമായി നേരിട്ട് ഇടപെട്ട ഒരു ചരിത്രഭൂമിയായിരുന്നു അത്. അപ്പൊ പിന്നെ പുതിയൊരു വെളിപ്പാടിനെ ഇതിലും പറ്റിയൊരു വേദി വേറെയുണ്ടോ? അപ്പോഴാണ് നിർണായകമായ ആ കൽപ്പന വരുന്നത്. നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു മാറ്റുക. അതൊരു വെറും ആചാരത്തിന്റെ ഭാഗമായിരുന്നില്ല. മോശേ, നീ ഇപ്പോൾ നിൽക്കുന്നത് സാധാരണ മണ്ണിലല്ല, മറിച്ച് ദൈവസാന്നിധ്യം നിറഞ്ഞ ഒരു വിശുദ്ധ സ്ഥലത്താണ് എന്നൊരു ഓർമ്മപ്പെടുത്തലായിരുന്നു അത്. ഓക്കെ, അപ്പോ കഥയുടെ പശ്ചാത്തലം നമുക്ക് കിട്ടി, സ്ഥലത്തിന്റെ പ്രാധാന്യവും മനസ്സിലായി. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരാം. എന്താണ് ഈ തീയുടെ യഥാർത്ഥ അർത്ഥം? വെന്തുപോകാത്ത ആ മുൾപടർപ്പ് ശരിക്കും എന്തിന്റെ പ്രതീകമാണ്? ഇനി പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം, കാരണം ഇതാണ് ആ വെളിപാടിന്റെ കാതല്. ഞാൻ നിന്റെ പിതാവിന്റെ ദൈവമാകുന്നു എന്ന് പറയുമ്പോൾ അതൊരു പുതിയ തുടക്കമായിരുന്നില്ല, മറിച്ച് അബ്രഹാമിൽ നിന്നും ഇസ്ഹാക്കിൽ നിന്നും യാക്കോബിൽ നിന്നും തുടങ്ങിയ ഒരു വാഗ്ദാനത്തിന്റെ തുടർച്ചയാണ് ഇതെന്ന് ദൈവം അവിടെ പ്രഖ്യാപിക്കുകയായിരുന്നു. നൂറ്റാണ്ടുകളോളം ഈ ദൃശ്യത്തിന്റെ ശരിക്കുള്ള അർത്ഥം എന്താണെന്ന് ആർക്കും പൂർണ്ണമായി മനസ്സിലായിരുന്നില്ല. പക്ഷേ പിന്നീട് പുതിയ നിയമത്തിൽ വെച്ച് ഈ രഹസ്യത്തിന്റെ ഒരു താക്കോല് നമുക്ക് കിട്ടുന്നുണ്ട്. എന്താണെന്ന് നോക്കാം. അവിടെയാണ് ആ വലിയ സത്യം വെളിവാകുന്നത്. അവൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവിക്കുന്നവരുടെ ദൈവമാണ്. ഈ ഒരൊറ്റ വാക്യമാണ് ആ കത്തുന്ന മുൾപടർപ്പിന്റെ മുഴുവൻ രഹസ്യവും നമുക്ക് മുന്നിൽ തുറന്നു തരുന്നത്. ഇപ്പൊ കാര്യം വ്യക്തമായില്ലേ? തീയിൽ വെന്തുപോകാതിരുന്ന ആ മുൾപടർപ്പ്, അത് ദൈവത്തിന്റെ തന്നെ ഒരു പ്രതീകമായിരുന്നു. തലമുറകൾ വന്നുപോയാലും ഒരിക്കലും കെടാതെ മാഞ്ഞുപോകാതെ എക്കാലവും നിലനിൽക്കുന്ന ദൈവീക സാന്നിധ്യത്തിന്റെ ആ വാഗ്ദാനങ്ങളുടെ ഒരു ജീവിക്കുന്ന അടയാളം. അപ്പോ ദൈവം ജീവിക്കുന്നു എന്ന ഈ വലിയ സത്യം ആ ഒരു പ്രത്യേക നിമിഷത്തിൽ മോശയ്ക്കും പിന്നെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഇസ്രയേൽ ജനതയ്ക്കും എന്തായിരിക്കും അർത്ഥമാക്കിയിട്ടുണ്ടാവുക? നമുക്ക് നോക്കാം. ഇതൊന്നാലോചിച്ചു നോക്കൂ. ഒരു ഭാഗത്ത് കാലം കഴിഞ്ഞപ്പോൾ മൺമറഞ്ഞുപോയ പൂർവികർ, അവരുടെ ജീവിതത്തിനൊരവസാനമുണ്ടായി. മറുഭാഗത്തോ ഇപ്പോഴും കൂടെയുള്ള കൊടുത്ത വാക്കൊന്നും മറക്കാത്ത അവരുടെ ദൈവം. മനുഷ്യന്റെ ജീവിതം തീർന്നു പോകുന്നതും ദൈവത്തിന്റെ സാന്നിധ്യം അനശ്വരമായി തുടരുന്നതും തമ്മിലുള്ള ആ വ്യത്യാസം, അത് വളരെ വലുതാണ്. നൂറ്റാണ്ടുകളായി അടിമകളായിരുന്ന ഒരു ജനതയുടെ പ്രതീക്ഷയെല്ലാം ഏകദേശം നശിച്ചിരുന്നു. തങ്ങളുടെ പൂർവികരുടെ ദൈവം തങ്ങളെ മറന്നു എന്ന് പോലും അവർ പേടിച്ചിരിക്കണം. ആ ഒരു ഇരുട്ടിലേക്കാണ് ഒരു തീനാളം പോലെ ഈ സന്ദേശം വരുന്നത്. ഞാൻ നിങ്ങളെ മറന്നിട്ടൊന്നുമില്ല. നിങ്ങളുടെ കഷ്ടപ്പാടുകൾ ഞാൻ കാണുന്നുണ്ട്, നിങ്ങളുടെ നിലവിളി ഞാൻ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ കത്തുന്ന മുൾപടർപ്പ് വെറുമൊരു അത്ഭുത കാഴ്ചയായിരുന്നില്ല, അതൊരു പ്രഖ്യാപനമായിരുന്നു. നിങ്ങളുടെ ദൈവം ചരിത്രപുസ്തകത്തിലെ ഒരു ഓർമ്മയല്ല, മറിച്ച് ഇന്നും ഇവിടെ നിങ്ങളോടൊപ്പം സജീവമായി ഇടപെടുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്ന വലിയൊരു പ്രഖ്യാപനം. അപ്പോ തലമുറകൾക്ക് മുൻപ് കൊടുത്ത വാക്ക് മറക്കാത്ത, കാലത്തെ അതിജീവിക്കുന്ന ഒരു ജീവിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള ഈ പഴയ കഥ
ഓർമ്മ, വാഗ്ദാനങ്ങൾ, സമയം ഇതിനെയൊക്കെ കുറിച്ചുള്ള നമ്മുടെ ഇന്നത്തെ ചിന്തകളെ ഇതെങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? ഇത് നമ്മൾ ആലോചിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ്.